എല്ലാ പ്രേക്ഷകർക്കും അസ്ട്രോ ഫോർ യു മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്, ആ വ്യക്തി നിങ്ങളുടെ സ്നേഹം തേടി വരുന്നു, തെളിവുണ്ട്. ഇഷ്ട വ്യക്തിയെ ഓർത്തൊരു ഫയൽ തിരഞ്ഞെടുക്കുക. അതിനുശേഷം ഈ വീഡിയോ തുടർന്ന് കാണുക. നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് ഒന്നാമത്തെ ഫയലായ തത്തമ്മയെ ഫയലായി സ്വീകരിച്ച ഒരു റീഡിങ്ങിലേക്ക് പോകാം. ആ വ്യക്തി നിങ്ങളുടെ സ്നേഹം തേടി വരുന്നുണ്ട്, തെളിവുണ്ട്. ഒരുപാട് നാൾ ഒരുപക്ഷെ നിങ്ങൾ ആ വ്യക്തി ആഗ്രഹിച്ചിരുന്നിരിക്കാം. ആ വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്, നിങ്ങളുടെ ജീവിതത്തിൽ എത്തുന്നത്, അതൊക്കെ നിങ്ങൾ ഒരുപാട് സ്വപ്നം കണ്ടിരിക്കാം, ഒരുപാട് പറഞ്ഞിരിക്കാം. പക്ഷേ പിന്നീട് നിങ്ങളുടെ മനസ്സിൽ നിന്ന് ആ ചിന്ത പോയി. ഇപ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് ആ വ്യക്തി കടന്നു വരുന്നുണ്ട്. അത് നിങ്ങളായിട്ടല്ല, ആ വ്യക്തി സ്വയമേവ നിങ്ങളെ ആഗ്രഹിക്കുന്നു, നിങ്ങളുടെ സ്നേഹം ആഗ്രഹിക്കുന്നു. ഒരുപക്ഷെ ഒരു കാലത്ത് നിങ്ങൾ ആ വ്യക്തിയുടെ സ്നേഹം തേടി നടന്ന സമയത്ത് നിങ്ങളെ ശ്രദ്ധിക്കാതിരുന്ന, നിങ്ങളെ പരിഗണിക്കാതിരുന്ന ആ വ്യക്തി ഇപ്പോൾ നിങ്ങളുടെ സ്നേഹം തേടി വരികയാണ്. ഇപ്പോൾ നിങ്ങളുടെ സ്നേഹം ആ വ്യക്തിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ആ വ്യക്തി നിങ്ങളുടെ സ്നേഹത്തെക്കുറിച്ച് മനസ്സിലാക്കുന്നു, നിങ്ങളുടെ സ്നേഹം ആ വ്യക്തി അറിയുന്നു. അങ്ങനെ നിങ്ങളുടെ സ്നേഹം തേടിയുള്ള ഒരു യാത്ര ആ വ്യക്തിയുടെ മനസ്സിൽ നിന്ന് നടത്തുന്നു. തീർച്ചയായിട്ടും വലിയ തരത്തിലുള്ള ഒരു മുന്നേറ്റം, വലിയ തരത്തിലുള്ള ഒരു ആഗ്രഹം ആ വ്യക്തിക്ക് ഉണ്ടാകുന്നു നിങ്ങളിലേക്ക്. എന്തുകൊണ്ടാണെന്നറിയില്ല, എന്തൊക്കെയാണ് അതിൻ്റെ കാരണമെന്നറിയില്ല. പക്ഷേ ആ വ്യക്തി നിങ്ങളെ വല്ലാതെ ആഗ്രഹിക്കുന്നു. ആ വ്യക്തിക്ക് നിങ്ങളോട് സ്നേഹം തോന്നുന്നു. ഇത്രയും കാലം നിങ്ങളെ മനസ്സിലാക്കാതെ പോയതിൽ ആ വ്യക്തി ദുഃഖിക്കുന്നു. കാരണം ആ വ്യക്തിയോട് നിങ്ങളെക്കുറിച്ച് പറഞ്ഞ ആളുകൾ, നിങ്ങളെക്കുറിച്ച് സംസാരിച്ച ആളുകൾ, അവരൊക്കെ ഒരുപക്ഷെ വ്യത്യസ്തരായിരിക്കാം. അവർ വ്യത്യസ്തരായിരിക്കാം. പക്ഷേ അവർ മനസ്സിലാക്കാതെയോ അല്ലെങ്കിൽ മനഃപൂർവ്വമോ നിങ്ങളെക്കുറിച്ച് ഒരുപാട് അനാവശ്യങ്ങളോ അറിയാത്ത കാര്യങ്ങളോ തെറ്റായ വാർത്തകളോ ഒക്കെ പറഞ്ഞിട്ടുണ്ടാകാം. അങ്ങനെ അതിൽ നിന്ന് നിങ്ങൾക്ക് ഒരുപാട് ദുഃഖം ഉണ്ടായിട്ടുണ്ടാകാം. നിങ്ങളുടെ മനസ്സിൽ ഒരുപാട് ദുഃഖം സമ്മാനിച്ച, നിങ്ങളുടെ മനസ്സിൽ ഒരുപാട് വിഷമങ്ങൾ സമ്മാനിച്ച ഒരു സംഭവം ആയിരിക്കാം അത്. തീർച്ചയായും നിങ്ങളെ വിഷമിപ്പിച്ചിട്ടുണ്ട്. ആ വ്യക്തിയുടെ പുറകെ നിങ്ങൾ പല സമയത്ത് നടന്നിട്ടും ആ വ്യക്തി നിങ്ങളെ പരിഗണിച്ചില്ല, നിങ്ങളെ മനസ്സിലാക്കിയില്ല. അതിൻ്റെ വേദന മനസ്സിലിട്ട് നിങ്ങൾ ജീവിച്ചു പോകുന്ന ഇടത്താണ് നിങ്ങളെ സ്നേഹിക്കുന്ന മനസ്സുമായിട്ട് ആ വ്യക്തി വരുന്നു. ഇപ്പോൾ ആ വ്യക്തി നിങ്ങളുടെ ചലനങ്ങൾ ദൂരെ നിന്ന് നോക്കുന്നുണ്ട്, വളരെ താല്പര്യത്തോടെ, ഇഷ്ടത്തോടെ. ഇതുവരെ നിങ്ങളിൽ മാത്രമായിരുന്നു പ്രണയമെങ്കിൽ ഇപ്പോൾ ആ വ്യക്തിയിലും ആ പ്രണയം ഉണ്ടായിരിക്കുകയാണ്. ആ പ്രണയത്തിൻ്റെ ആഹാരത്തിൽ ആ വ്യക്തി നിങ്ങളെ നോക്കുന്നതും നിങ്ങളെ വീക്ഷിക്കുന്നതും നിങ്ങളുടെ ജീവിതത്തിലേക്ക് അടുത്ത് വരാനുള്ള സാധ്യതകൾ നോക്കി നടക്കുന്നതൊക്കെ നിങ്ങൾക്ക് കൃത്യമായി അറിയാനും കാണാനൊക്കെ സാധിക്കും. കാരണം ആ വ്യക്തിക്ക് നിങ്ങൾ പ്രിയപ്പെട്ടതായിട്ട് മാറുകയാണ്. ആ വ്യക്തിക്ക് നിങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് മാറുകയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ആ വ്യക്തിയുടെ വരവിലൂടെ ഉണ്ടാകും. നിങ്ങളെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന, നിങ്ങളെ അകമഴിഞ്ഞ് സ്നേഹിക്കുന്ന ഒരു വ്യക്തിയായിട്ട് ആ വ്യക്തി മാറുന്നതും ആ വ്യക്തിയുടെ ചേഷ്ടകളും സ്നേഹവും മാറുന്നതും നിങ്ങൾക്കറിയാൻ കഴിയും. നിങ്ങളെ അത്ഭുതപ്പെടുത്തുന്ന തരത്തിൽ ആ വ്യക്തിയുടെ സ്നേഹം നിങ്ങൾ അറിയാനിരിക്കുന്നതാണ്. നിങ്ങൾക്കത് പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാനും സാധിക്കും. നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ നിങ്ങൾക്കതിൻ്റെ കാര്യവും കാരണവുമെല്ലാം ലഭിക്കുകയും ചെയ്യും. ആ വ്യക്തിക്ക് നിങ്ങളോട് സ്നേഹമുണ്ട്. രണ്ടാമത്തെ ഫയലുകാരുടെ കാര്യമാണ് പറയുന്നത്. പക്ഷേ ആ വ്യക്തി കണ്ണടച്ച് പാല് കുടിക്കുകയാണ്. തീർച്ചയായിട്ടും പൂച്ച ഫയലായി സ്വീകരിച്ച ഒരു റീഡിങ്ങാണ് പറയുന്നത്. നിങ്ങളറിയാതെ എന്നെന്നും നോക്കി നടന്ന ഒരാളാണ്. നിങ്ങളിൽ നിന്ന് തന്നെ അങ്ങോട്ട് ഇഷ്ടമാണെന്നുള്ളത് പറയിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് പ്രണയം തോന്നുന്നത് എത്രയോ മുമ്പ് തന്നെ ആ വ്യക്തിക്ക് നിങ്ങളോട് ഇഷ്ടം തോന്നിയിട്ടുണ്ട്.
എന്നിട്ടൊന്നും അറിയാത്തതുപോലെ നിങ്ങളോട് പെരുമാറുകയും നിങ്ങളെക്കൊണ്ടെല്ലാം പറയിപ്പിക്കുകയും എല്ലാം നിങ്ങളെ കൊണ്ട് തന്നെ ചെയ്യിപ്പിക്കുകയും അതിൻ്റെ ദൂഷ്യങ്ങളൊക്കെ നിങ്ങളെക്കൊണ്ട് അനുഭവിപ്പിച്ചിട്ട് അതിൻ്റെ കാരണങ്ങളും അതിൻ്റെ പഴിയൊക്കെ നിങ്ങൾ കേട്ടിട്ട് അവസാനം നിങ്ങളോട് ആ വ്യക്തി തുറന്നു പറയും, നിനക്ക് എന്നോട് പ്രണയം തോന്നുന്നതിന് എത്രയോ മുമ്പ് തന്നെ ഞാൻ നിന്നെ പ്രണയിച്ചിരുന്നു, നീ പിന്മാറിയിരുന്നെങ്കിൽ എനിക്കത് ആദ്യം നിന്നോട് പറയേണ്ടി വരുമായിരുന്നു, നീ എന്നെ ആഗ്രഹിക്കുന്നതിന് മുമ്പ് തന്നെ അതിനേക്കാൾ ആവേശത്തോടെ, അതിനേക്കാൾ ഇഷ്ടത്തോടെ, അതിനേക്കാൾ 100 മടങ്ങ് സ്നേഹത്തോടെ ഞാൻ നിന്നെ സ്നേഹിച്ചു തുടങ്ങിയതാണ്, നിന്നെ ഞാൻ ഇഷ്ടപ്പെടുന്നു, സ്നേഹിക്കുന്നു, നിൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമാകാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നീ അതിന് വേണ്ടി നടന്നപ്പോഴാണ് ഞാൻ അറിയാതെ ചിരിക്കുകയായിരുന്നു, ആദ്യം നീ തന്നെ പറയട്ടെ എന്ന് വിചാരിച്ച്. അങ്ങനെ ചിന്തിക്കുന്നൊരു വ്യക്തിയാണ്. നിങ്ങളിപ്പോൾ വിചാരിക്കും നിങ്ങളെ മൈൻഡ് ചെയ്യുന്നില്ല, നിങ്ങളെ പരിഗണിക്കുന്നില്ല, നിങ്ങളെ വേണ്ട എന്നൊക്കെ നിങ്ങൾ വിചാരിക്കും. പക്ഷെ അങ്ങനെയൊന്നുമല്ല കാര്യങ്ങൾ. നിങ്ങൾക്ക് വേണ്ടി മാത്രം കാത്തിരിക്കുകയും നിങ്ങൾക്ക് വേണ്ടി മാത്രം നടക്കുകയും നിങ്ങൾക്ക് വേണ്ടി സഞ്ചരിക്കുകയൊക്കെ ചെയ്യുന്നൊരു വ്യക്തിയാണ്. ആ വ്യക്തിക്ക് നിങ്ങളില്ലാതെ കഴിയില്ല. നിങ്ങളെ കൂടാതെ ആ വ്യക്തിക്ക് ജീവിച്ചു പോകാനും കഴിയില്ല. നിങ്ങളില്ലാതെ ഒരു നിമിഷം പോലും ആ വ്യക്തിക്ക് മുന്നോട്ട് പോകാനും കഴിയില്ല. പക്ഷെ അതൊന്നും പറയാതെ നിങ്ങൾ സൂക്ഷ്മമായി ഒന്ന് നോക്കിയാൽ മാത്രം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, അല്ലെങ്കിൽ നിങ്ങളെയും പറ്റിച്ച് കളയും. അത്രത്തോളം ഇഷ്ടവും സ്നേഹവും താല്പര്യത്തോടെ കൂടി നിങ്ങളെ സ്നേഹിക്കുന്നൊരു വ്യക്തി. നിങ്ങളല്ലാതെ മറ്റാരെയും ആ വ്യക്തിക്ക് ഇഷ്ടമില്ല, നിങ്ങളല്ലാതെ മറ്റാരെയും ആ വ്യക്തി സ്നേഹിക്കുന്നില്ല. ആ വ്യക്തി എന്നെന്നും നിങ്ങളെ സ്നേഹിക്കുന്നു, എന്നെന്നും നിങ്ങൾക്കൊപ്പം നിലകൊള്ളുന്നു, നിങ്ങളെ മാത്രം ഇഷ്ടപ്പെടുന്നു, നിങ്ങൾക്ക് വേണ്ടി മാത്രം ജീവിക്കുന്നു. നിങ്ങൾക്ക് വേണ്ടി മാത്രം ജീവിക്കുന്ന ഒരു മനസ്സാണ് ആ വ്യക്തിക്കുള്ളത്. നിങ്ങളോടുള്ള ഇഷ്ടം ഒട്ടും പുറമെ കാണിക്കാതെ ആ വ്യക്തി നിങ്ങളെ പ്രണയത്തിൻ്റെ കാര്യത്തിൽ പറ്റിച്ചിട്ടുണ്ട്. നിങ്ങൾ ആ വ്യക്തിയെ സ്നേഹിക്കുന്നതിനേക്കാൾ മുമ്പ് അതിനേക്കാൾ ഇരട്ടി ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്നു. ഇപ്പോൾ സ്നേഹിച്ച് തുടങ്ങുന്നത് നിങ്ങൾ അറിയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങൾ മനസ്സിൽ കണ്ടപ്പോഴതിന് മുമ്പ് തന്നെ ആ വ്യക്തി മരത്തിലത് കണ്ടു എന്ന് പറയുന്നത് പോലെ എന്നെന്നും നിങ്ങൾക്ക് വേണ്ടി മാത്രം കണ്ണിമ വെട്ടാതെ കാത്തിരിക്കുകയാണ് ആ വ്യക്തി. നിങ്ങൾ ബുദ്ധിപൂർവം ആ വ്യക്തിയെ സമീപിച്ചാൽ, നിങ്ങൾ ബുദ്ധിപൂർവം ആ വ്യക്തിയെ നിരീക്ഷിച്ചാൽ മാത്രമേ നിങ്ങൾക്കതറിയാൻ കഴിയുള്ളൂ. അത്രത്തോളം നിങ്ങളോട് ഇഷ്ടമുള്ള ഒരു വ്യക്തി തന്നെയാണത്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.